രാവുകൾ പകലുകൾ അധ്യായം 22. ഇവിടെ നോവൽ അവസാനിക്കുകയാണ്. രാവേറെയെത്തി. ഭഗവാൻ ഉറങ്ങിയില്ല. ഭഗവാന്റെ പള്ളിയറയിൽ രാത്രിയിൽ പാർവതി ദേവി എത്തി. ഷഷ്ടിപൂർത്തി ആഘോഷം കഴിഞ്ഞ് സ്വസ്ഥമായ രാവ്. ട്രസ്റ്റിൻ്റെ ഭരണത്തിൽ നിന്ന് ഭഗവാൻ നിരുപാധികം പിന്മാറി. ട്രസ്റ്റിൻ്റെ ഭരണാധികാരിയായി സർവാധികാരി അവരോധിക്കപ്പെട്ടു. പ്രധാന ആചാര്യരായി ദേവവ്രതനും ദളപതിയായി അശ്വിനി പ്രസാദും നിയമിതരായി. വിഷ്ണുദേവ് ഗ്രാമം വിടുന്നു. ഉസ്മാൻ തീരുമാനിച്ചില്ല. വളരെയേറെ ഉണ്ടാക്കിയ സമ്പാദ്യം കച്ചവടത്തിനായി ഇറക്കണമെന്ന തീരുമാനത്തിലാണ് ഉസ്മാൻ. ഗ്രാമത്തിലോ ഗ്രാമത്തിന് വെളിയിലോ എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഊരാഴ്മയ്ക്കും അവകാശങ്ങൾക്കും വ്യത്യാസമില്ല. പക്ഷേ ഭരണത്തിൽ വരുന്ന പ്രസക്തമായ വ്യതിയാനം ഊരാഴ്മയ്ക്കും അവകാശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും പരിധിയും പരിവർത്തനവും ഉണ്ടാകുമെന്നാണ് പരക്കെ ഉണ്ടായിട്ടുള്ള വാർത്ത. പുതിയ ട്രസ്റ്റിൻ്റെ വീക്ഷണത്തിൽ ഗ്രാമത്തിൻ്റെ സമ്പുഷ്ടമായ വിളഭൂമി ദേവദാസികൾ തന്നെയാണ്. ട്രസ്റ്റിൻ്റെ അധ്യക്ഷൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയും ദേവദാസികൾക്ക് പ്രത്യേക പരിഗണനയും പരിലാളനയും വാഗ്ദാനം ചെയ്യുകയും കൂടി ചെയ്തു. പാർവതി ദേവി ഗ്രാമത്തിൻ്റെ അമ്മയായി തുടരുന്നു. ഭഗവാൻ അർദ്ധശൂന്യനായി ഊരാന്മ പോലുമില്ലാത്തവനായി വെറുമൊരു അവതാരമായി അവശേഷിച്ചു. മിത്തുകളിൽ, കഥകളിൽ, കാവ്യങ്ങളിൽ നിറഞ്ഞ് ലക്ഷോപലക്ഷം ജനങ്ങളിൽ ശക്തിയായി വിശ്വാസമായി തുടരും. പക്ഷേ ട്രസ്റ്റ് എന്ന വ്യവസ്ഥയിൽ ഭഗവാൻ ആരുമല്ലാതായി. ഇന്ന് അവസാനമായി ആടയാഭരണങ്ങൾ വേഷഭൂഷാദികളും അണിഞ്ഞ് സന്ദർശന മുറിയിൽ ഭഗവാൻ ഉപവിഷ്ടവനായി. ദേശക്കാർ, അന്യദേശക്കാർ, സ്വന്തം ഭാഷക്കാർ, വിദേശികൾ സന്ദർശന മുറി കവിഞ്ഞ്, അങ്കണം നിറഞ്ഞ്, ശാന്തി നിലയം നിറഞ്ഞ്, ഗ്രാമം നിറഞ്ഞ്. ദൈവമേ! ഭഗവാൻ ജീവിതത്തിൽ ആദ്യമായി ദൈവത്തെ വിളിച്ചു. സർവ ഐശ്വര്യങ്ങളും സമ്പത്തുക്കളും സ്വരങ്ങളും നിറങ്ങളും ആവാഹിച്ച് ഒരൊറ്റ രൂപത്തിൽ സമന്വയിപ്പിച്ച് മനോമുഖരത്തിൽ നിറയ്ക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിയാതെ മനമുടഞ്ഞ്, ശരീരമുടഞ്ഞ്, ഇരിക്കുന്ന ഗ്രഹമുടഞ്ഞ്, ഭൂതലമുടഞ്ഞ്, അനന്തകോടി നക്ഷത്രങ്ങളിലും നിറഞ്ഞ്, പിന്നീടും വികസിച്ച് നിറഞ്ഞ് പൂർണ്ണമായി ഭഗവാൻ സത്യം ദർശിച്ചു. പരമമായ സത്യം അഹം ബ്രഹ്മാസ്മി. ഭഗവാന്റെ എല്ലാ കാമങ്ങളും അടങ്ങി, എല്ലാ ചിന്തകളും അടങ്ങി, എല്ലാ രുചികളും അടങ്ങി, എല്ലാ മണങ്ങളും അടങ്ങി. ഇനിയും ലയനം മാത്രം പരമമായ സത്യത്തിൽ, സനാതനത്തിൽ. ഷഷ്ടിപൂർത്തി ആഘോഷത്തിൻ്റെ ക്ഷീണത്തിൽ ശാന്തി നിലയം വളരെ വേഗം ഉറക്കമായി. അനുചിതമായി എന്തോ തോന്നിയതെല്ലാണ് രാത്രിയിൽ തന്നെ പാർവതി ദേവി എത്തിയത്. കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ശയനമുറിയിൽ എത്തിയതായിരുന്നു ദേവി. പക്ഷേ മനസ്സകാരണമായി ഒന്ന് പിടഞ്ഞു, വേദനിച്ചു. ദേവിക്ക് പിന്നാലെ വിഷ്ണുദേവ് തുടർന്നു. ഉസ്മാൻ, എന്താണ് നിങ്ങൾ അസമയത്തെത്താൻ? ഭഗവാൻ മുഖത്ത് ചെറുചിരി നിറച്ചു നിർത്തി. ഭഗവാൻ വേദനയിലും ചിരിക്കുകയാണെന്ന് ദേവിക്ക് തോന്നി. ഭഗവാൻ ഇന്ന് ചാരന്മാർ വിവരമറിയിച്ചു. ദേവി നിത്യ ജീവിച്ചിരിപ്പുണ്ട്. അനാഥാലയത്തിൽ. അവൾ സുരക്ഷിതമാവുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അവളെപ്പറ്റിയോ മറ്റെന്തിനെപ്പറ്റിയോ അറിയാനും കേൾക്കാനും താല്പര്യം തോന്നുന്നില്ല. ഭഗവാൻ! വിഷ്ണുദേവൻ്റെ വിളിയിൽ അടങ്ങിയിരുന്ന ഭീതി ഉസ്മാൻ്റെയും പാർവതിയുടെയും മുഖത്ത് പടർന്നു കയറി. അങ്ങ് സൂചിപ്പിക്കുന്നത് പരമായ സത്യം എനിക്ക് അനുഭവമാകുന്നു. ഞാൻ എൻ്റെ പ്രകൃതിയിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സ്വസ്ഥമായിട്ട് വീടുകളിലേക്ക് മടങ്ങിക്കൊള്ളൂ. ശാന്തിഗ്രാമവും ശാന്തി നിലയും ഗാഠമായ നിദ്രയിലേക്ക് വഴുതി വീണു. എവിടെ നിന്നോ ഘനമേറിയ കാർമേഘങ്ങൾ ശാന്തിഗ്രാമത്തിൻ്റെ മുകളിൽ ഉരുണ്ടുകൂടി. ശക്തിയായ കാറ്റായി പേമാരിയായി ശാന്തഗ്രാമത്തിൽ പെയ്തിറങ്ങി. രാത്രി തന്നെ വാർത്ത പരന്നു. ഭഗവാൻ സമാധിയായി. തളർന്ന് ഉറങ്ങിയ ശാന്തി നിലയം ഉണർന്നു. ഗ്രാമം ഉണർന്നു. അടുത്ത പട്ടണങ്ങളും നഗരങ്ങളും ഉണർന്നു കഴിഞ്ഞു. രാത്രിയിൽ തന്നെ കൂരിച്ചെരിയുന്ന മഴയത്തെ ഗ്രാമത്തിലേക്ക് ജനപ്രവാഹം തുടങ്ങി. മഴവെള്ളത്തിൽ ശാന്തിപ്പുഴ കരകവിഞ്ഞു. മരങ്ങളെ കടപുഴക്കി. ബണ്ടുകളും ഭിത്തികളും തകർത്ത് തീരങ്ങളിലുള്ള വീടുകളും കൃഷിയിടങ്ങളും തകർന്ന് ഘോര താണ്ഡവമാടുകയാണ്. പുഴയിൽ വീണ്ടും വീണ്ടും ജലവിധാനം ഉയരുകയാണ്. ഭക്തർ മനമുരുകി പ്രാർത്ഥിച്ചു. പ്രായമായ അമ്മമാർ ചെറുമക്കളുടെ കാതുകളിൽ മന്ത്രിച്ചു. ഭഗവാൻ ശക്തിയിൽ പ്രകൃതി അടങ്ങി നിൽക്കുകയായിരുന്നു. ഭഗവാന്റെ അഭാവത്തിൽ പ്രകൃതി കെട്ടുകളെ ഭേദിച്ച് താണ്ഡവമാടുകയാണ്. ഈ താണ്ഡവം തിന്മകളെ കെടുത്തി അടങ്ങും. പ്രഭാതമായപ്പോഴേക്കും മഴയുടെ ശക്തി കുറഞ്ഞു. എങ്കിലും തോരാതെ തുടരുകയാണ്.
പ്രവിശ്യയുടെ എല്ലായിടത്തു നിന്നും മഴയുടെ വാർത്തകളുണ്ട്. പത്രങ്ങൾ വീടുകളിൽ നനഞ്ഞാണ് എത്തിയത്. പത്രങ്ങൾ വരെ കഴുകിയാണെന്ന് മനുഷ്യർ കരുതി. നാങ്കിട പത്രങ്ങളുടെ മുഖവാർത്തയായി ഭഗവാന്റെ ചിത്രങ്ങളോടുകൂടി അടിച്ചു വന്നു. ഭഗവാൻ തിരോഭവിച്ചു. 4 നൂറ്റാണ്ടുകാലം പ്രവിശ്യയുടെ വിശ്വാസമണ്ഡലത്തിൽ, സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുകയും ജാതി മത വർണ്ണവ്യത്യാസമില്ലാതെ മനുഷ്യരെ ഒന്നിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ തിരോധാനത്തോടുകൂടി ആലംബം നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട് പാവപ്പെട്ട മനുഷ്യർ ദുഃഖത്തിനടിമയായി, വേദനയ്ക്കടിമയായി കഴിയേണ്ടി വരും. നിരാശ്രയരെ ഉപേക്ഷിച്ചിട്ട് രക്ഷകൻ മറയുകയാണ് ചെയ്തിരിക്കുന്നത്. പ്രവിശ്യയിൽ മഴ പോലെ തോരാതെ കണ്ണുനീരൊഴുക്കി. ദേവവൃതനിൽ നിന്നും സെലീന ചോർത്തിയ സത്യത്തെ ആസ്പദമാക്കിയാണ് ഗുരു വാർത്ത എഴുതിയത്. രാത്രിയിൽ വളരെ കഷ്ടതകൾ അനുഭവിച്ചാണ് രാമൻ വാർത്ത പത്രമോഫീസിൽ എത്തിച്ചത്. ഗുരു എഴുതി, ഭഗവാന്റേത് സ്വാഭാവിക മരണമായിരുന്നില്ല, സാഹചര്യങ്ങളുടെ തെളിവുകൾ വെച്ച് ഒരു കൊലപാതകമായിരുന്നു. അതിനുള്ള ഗൂഢാലോചന നടത്തിയിരിക്കുന്ന ട്രസ്റ്റിൻ്റെ ഭരണത്തിലിരിക്കുന്നവരാണ്. സർക്കാർ വ്യക്തമായൊരു സുശക്തമായൊരു അന്വേഷണം നടത്തുവാനും സത്യാവസ്ഥ സാധാരണക്കാരായ വിശ്വാസികളെ ധരിപ്പിക്കുവാനും ബാധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഭഗവാന്റെ മരണം മൂലം അവർക്കുള്ള നേട്ടം വളരെ വലുതാണ്. അദ്ദേഹത്തിനെ തികച്ചും ഒരു മായയ്ക്ക് പിറകിൽ നിർത്തി ദിവ്യമായൊരു പരിവേഷം ചാർത്തി സാധാരണ മനുഷ്യരെ കബളിപ്പിക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. ശാന്തി ഗ്രാമത്തിലെ വിശ്വാസികൾക്ക് വരെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പരന്നിരിക്കുന്നത്. സത്യാവസ്ഥ എന്താണെന്നറിയാതെ എന്തെല്ലാമോ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു. എന്നിട്ടും പരമാർത്ഥം എന്താണെന്നറിയാൻ താല്പര്യം കാണിക്കുന്നില്ല. രാമനോടും അബുവിനോടുമൊപ്പമാണ് ഗുരു ഗ്രാമത്തിലെത്തിയത്. മഴ തോർന്ന് ഒലിച്ച് ഗ്രാമം ശുദ്ധമായി തീർന്നിരിക്കുന്നു. തിക്കിൽ തിരക്കിൽ ശാന്തി നിലയം അഴുക്കിൽ പൂണ്ടുപോയിരിക്കുന്നു. ഗുരു തേടി നടന്നു. എവിടെയാണ് സിദ്ധാർത്ഥൻ? കൂടി നിന്നവരെ തള്ളി നീക്കി വഴിയുണ്ടാക്കി വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ആൾത്തറയ്ക്ക് താഴെ കവണ്ടു കിടന്നവരെ കണ്ടെത്തി. സിദ്ധാർത്ഥൻ, സെലീന, 2 പേർക്കും തലയുടെ പിന്നിലാണ് ആഘാതമേറ്റിരിക്കുന്നത്. ഗുരു തകർന്നുപോയി. രാമൻ്റെ തോളിൽ തൂങ്ങി. അപഭ്രാന്തനെ പോലെ സിദ്ധാർത്ഥൻ്റെ മരവിച്ച ഉടലിൽ പിടിച്ച് കുലുക്കി വിളിച്ചു. കമഴ്ന്നു കിടന്നിരുന്ന സിദ്ധാർത്ഥൻ്റെ ഉടൽ മറിഞ്ഞു വീണു. മുഖം വീർത്ത് കണ്ണുകൾ തുറിച്ച് അബു ഇരു തോളുകളിലുമായി സിദ്ധാർത്ഥനെയും സെലീനയെയും എടുത്തു നടന്നു. ശാന്തി നിലയത്തിലെ ക്ഷേത്ര പരിസരങ്ങളിലും അങ്കണങ്ങളിലും ആളുകൾ കൂടി നിന്നിടത്തെല്ലാം അകത്തളങ്ങളിലൂടെ തുറന്നു കിടന്നിരുന്ന പല വഴികളിലൂടെയും അബു ഭ്രാന്തനെ പോലെ ആ മൃതദേഹങ്ങളെയും ചുമന്നു നടന്നു. അബുവിന് പിന്നിൽ രാമനും തളർച്ചയിൽ നിന്ന് മുക്തനായിട്ട് ഗുരുവും അലഞ്ഞു നടന്നു. അവർ തിരഞ്ഞത് ട്രസ്റ്റിൻ്റെ സർവാധികാരികളെയും ദേവവ്രതനെയും അശ്വനി പ്രസാദിനെയുമായിരുന്നു. ദുഃഖാർത്ഥരായ ഒരു പറ്റം ജനങ്ങളും അവരോടൊപ്പം കൂടി. എവിടെയോ നിന്ന് ദേവവ്രതൻ അവരെ ഒളിച്ചു കണ്ടുകൊണ്ടിരിക്കെ അയാളുടെ കണ്ണുകൾക്ക് മൂടലുണ്ടായി. എന്നിട്ടും അയാൾ കണ്ടു. അബു ഭീമസേനനായി വളർന്നു വരുന്നു. വ്യാഘ്രത്തിൻ്റെ ശൗര്യത്തോടെ അയാൾ ദേവവ്രതനെ മലർത്തിക്കിടത്തി നെഞ്ചു പിളർന്ന് കുത്തിയൊലിച്ച രക്തം കൈകളിൽ കോരി ആർത്തിയോടെ കുടിക്കുന്നു. പിറ്റേന്ന് പ്രവിശ്യയിലെ പ്രധാന പത്രങ്ങൾ സിദ്ധാർത്ഥൻ്റെയും സെലീനയുടെയും പടം പ്രസിദ്ധീകരിച്ചു കൊണ്ടെഴുതി. ഗ്രാമത്തിലെ അനിയന്ത്രിതമായ തിക്കിലും തിരക്കിലും പെട്ട് മരണമടഞ്ഞ ഭക്തർ. കമ്മ്യൂൺ ദിനപത്രവും മറ്റു പാർട്ടിപത്രങ്ങളും എഴുതി. തലയുടെ പിന്നിലേറ്റ ശക്തമായ ആഘാതത്തിലുണ്ടായ മുറിവിൽ നിന്നും നിലയ്ക്കാത്ത രക്തസ്രാവത്താലാണ് സിദ്ധാർത്ഥനും സെലീനയും മരിച്ചിരിക്കുന്നത്. കുറ്റവാളികളെ കണ്ടെത്തേണ്ടതും ശിക്ഷിക്കേണ്ടതും പ്രവിശ്യ ഭരണകർത്താക്കളുടെ കടമയാണ്. കൃഷ്ണവേണി ഒരിക്കൽ പോലും കരഞ്ഞില്ല. മുടി അഴിച്ച് വിടർത്തിയിട്ടു. നമസ്കാരം. നോവൽ ഇവിടെ അവസാനിക്കുന്നു.